ഹായ് ഹലോ, ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടൊന്നും എടുക്കാൻ തുടങ്ങിയില്ല. ഒരുവിധം കുക്കിങ്ങൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. അറിയാമല്ലോ, എനിക്ക് ഉറക്കം കഴിഞ്ഞ ദിവസം ഞാനൊരു 3 മണിയൊക്കെ ആയിട്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ട് രാവിലെ എഴുന്നേറ്റ് മാർക്കറ്റിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റാത്തത് കൊണ്ടൊരു 8:30 ആയി കേട്ടോ. 9 മണിയൊക്കെ ആവാറായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്, ഇങ്ങനെ കണ്ണ് തുറന്ന്. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മമ്മി അപ്പോഴത്തേക്ക് ഇവിടെ മുട്ടക്കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയാണെന്നും പറഞ്ഞിട്ട് ഗോതമ്പ് പൊടിയാണെന്നും പറഞ്ഞിട്ട് അരിപ്പൊടിയാണ് മമ്മി എടുത്ത് പെട്ടെന്ന് തട്ടിയിട്ടത് കേട്ടോ, ഓർക്കാണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ചു പുട്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ മുട്ടക്കറിയും പുട്ടുമാണ് ഇന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാർക്കറ്റിൽ പോയി. അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. വണ്ടി കിട്ടിയല്ലോ, അതുകൊണ്ട് ഇന്ന് മാർക്കറ്റിലൊക്കെ പോകാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് കുഞ്ഞൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബീഫ് മേടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങളൊരു 1/2 കിലോ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് അവസാനം 1/2 കിലോ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് കാണത്തില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ 1 കിലോ മേടിച്ചു കേട്ടോ. രണ്ടാമത് പിന്നെയും കട്ട് ചെയ്ത് മേടിച്ചു. ഇന്ന് മാർക്കറ്റിൽ തന്നെ ബീഫ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോകേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടി. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചക്കറിയൊന്നും വേണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് മേടിച്ചിട്ട് പോയതൊക്കെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അന്നേരം പിന്നെ മമ്മി എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് അവിടെ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് പിന്നെ കുറച്ച് തൈര് മേടിച്ചേട്ടോ. എല്ലാവരും നല്ല കമ്പനിയാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിലുള്ള എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല കമ്പനിയായിട്ടോ. അങ്ങനെ കുറേ നാളിന് ശേഷമാണ് അവരെ കണ്ടത്. എല്ലാവരും ഇങ്ങനെ തിരക്കായിരുന്നു, എന്താ ഇത്ര ദിവസം കാണാഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വൈകുന്നേരം പോകുന്നത് കൊണ്ട് നമുക്കവിടെ പിന്നെ നമ്മൾ കാണത്തില്ല, അവരെ ആരെയും കാണത്തില്ലായിരുന്നു. നമ്മൾ വൈകുന്നേരം മീൻ അങ്ങനെ മേടിക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ കാണത്തില്ല. ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയിട്ടൊക്കെയാണ് മീൻ മേടിക്കുന്നത്. അപ്പോൾ പകലൊക്കെ വന്നാലേ ഇവരെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ കുറച്ച് നാളായി ഞങ്ങൾ രാവിലെയൊക്കെ മാർക്കറ്റിലായിട്ട് വന്നിട്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പുട്ടൊക്കെ അടുപ്പത്തിരിക്കായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് ഞാനൊന്ന് എല്ലാം പാത്രത്തിലൊക്കെ റെഡിയാക്കി. മീനൊക്കെ തട്ടിയിട്ട് ഫ്രിഡ്ജിലാക്കി. മീനിൻ്റെ ആവശ്യം നമുക്കില്ല, ഇറച്ചി മീനും കൂടെ ഒരുമിച്ച് വേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അടുത്ത ദിവസം നമുക്ക് എന്തെങ്കിലും കറിക്ക് വേണമല്ലോ, അതുകൊണ്ട് മീൻ ഞങ്ങൾ എടുത്തില്ല, അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കോമ്പിനേഷൻ മമ്മി കഴിക്കുന്നത് കേട്ടോ. എൻ്റെ പറഞ്ഞ പുട്ടും മുട്ടക്കറി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ അടിപൊളി സാധനമാണ്, ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പുട്ടും മുട്ടക്കറി ആയിട്ട് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബീഫ് ചിലതൊക്കെ ഇങ്ങനെ വലിയൊരു പീസായിട്ടൊക്കെ ഇടുന്നു, അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് കൊഴുപ്പ് അധികം അങ്ങനെ ഞങ്ങൾ കറിയിൽ ഇടാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മിയായിരുന്നു അത് കഴുകി തന്നത് കേട്ടോ. എൻ്റെ തോന്നുന്നു നീ കഴിവണ്ട, ഞാൻ കഴുകിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സമയം കൊണ്ട് പിന്നെ ഞാൻ ചീനി ഒന്ന് പൊളിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. ചീനി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ബീഫ് ഉണ്ടെങ്കിൽ ചീനിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ചീനി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇത് ചീനിയല്ല ഇത് കപ്പയാണ് അങ്ങനെ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഇവിടെ ചീനി എന്നായിട്ട് പറയുന്നത്, കപ്പയെന്നും പറയാറുണ്ട്, മരച്ചീനി എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ് ശീലിച്ചതല്ലേ നമ്മുടെ നാവിൽ പെട്ടെന്ന് വരത്തുള്ളൂ. എന്നാലും ഞാൻ നിങ്ങൾക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ തിരുത്തിയൊക്കെ പറയാറുണ്ട് പലതിനകത്തും. എന്നാലും ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ വരും. അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടിപ്പൊളിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ഒരു പിന്നെ മറ്റേ ആ ഒരു തോലില്ലേ, അതൊന്ന് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അവിടെ താഴെ ഒരു താമസിക്കുന്ന ഒരു ചേച്ചി വരും കേട്ടോ. ഇടയ്ക്കല്ല, പാലും കൊണ്ട് അവർ എല്ലാ ദിവസവും വരും. നമ്മൾ പാല് മേടിക്കുന്നില്ല, എന്നാലും പശുവൊക്കെ ഉള്ളതല്ലേ, നമ്മൾ ഇവിടെ ഇട്ട് വെറുതെ നശിപ്പിച്ച് കളയുന്നതിനേക്കാളും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ പശുവിന് കൊണ്ട് കൊടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കും കേട്ടോ. ആ ചേച്ചി ഇതിലേ വരുവാണെങ്കിൽ കൊടുക്കും. അത് കഴിഞ്ഞ് ബീഫ് മമ്മിയൊന്ന് കഴുകി തന്നത് ഞാൻ പിന്നെ അരപ്പൊക്കെ പുരട്ടി വെക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. ഇതിൻ്റെ റെസിപ്പീസൊന്നും കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്തെന്ന് വെച്ചാൽ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്ന കാരണം ഇടയ്ക്കൊക്കെ വീഡിയോസ് ഓണാക്കി വെച്ചിട്ട് വീഡിയോ ഓഫായത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കുള്ള സീനുകളൊന്നും കിട്ടിയിട്ടുമില്ല കേട്ടോ. അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് ഞാനൊന്ന് പിന്നെ നല്ല രീതിയിലൊന്നും അരപ്പൊക്കെ ഒന്ന് പുരട്ടിയൊക്കെ എടുത്തിട്ട് ലേശം വെള്ളം കയ്യിൽ നിന്ന് കുടയാൻ വേണ്ടി, നമുക്ക് കറിക്കാണല്ലോ, അതുകൊണ്ട് ഇത്തിരി വെള്ളം ആക്കി ഞാനൊന്ന് വെക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് കുടഞ്ഞെടുത്തേ ഉള്ളൂ. അങ്ങനെ അത് വേവിക്കാൻ വേണ്ടി വെച്ചു. മമ്മി അപ്പോഴത്തേക്ക് ചീനിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചീനി അരിയാൻ പണ്ട് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. എന്നെ അമ്മച്ചമ്മയാണ് പഠിപ്പിച്ചത്. എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കൊത്തി അരിയുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ പിന്നീട് അങ്ങനെ പഠിച്ചത് ശീലമായപ്പോഴത്തേക്ക് ചില ആൾക്കാരിങ്ങനെ വെട്ടി മുറിച്ചിട്ടിട്ട് വേവിക്കാറാണ് പതിവ്. ഇത് ഞങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ മമ്മി ചീനിയൊക്കെ അരിഞ്ഞ് അടുപ്പത്തൊക്കെ ആക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഉള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വെറുതെ
വെറുതെ ഇവിടെ ഇരിക്കുകയല്ലേ, എന്നെ ഒന്ന് സഹായിക്കാൻ വാ, ഉള്ളിയൊക്കെ പൊളിച്ച് തരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ആക്കാം എന്ന് പറഞ്ഞിട്ട് ആളെ പിടിച്ചിട്ട് മറ്റേ കുഞ്ഞുള്ളി തൊലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സവോളയൊക്കെ ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു സിനിമയും കൂടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതിൻ്റെ ബാലൻസ് ആയിരുന്നു. അങ്ങനെ ആ ഒരു ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഉള്ളിയൊക്കെ പൊളിച്ചത്. അപ്പോഴത്തേക്കും ഇവിടെ മമ്മി ചീനിയൊക്കെ വേവിച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു അടുപ്പത്തോട്ട് തന്നെ ഞാൻ കറി വെക്കാനുള്ള ഒരുക്കമായിരുന്നു. അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് വിസിലൊക്കെ അടിച്ച് എൻ്റെ കയറൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അന്നേരം നമുക്ക് ഇതും കൂടെ വഴറ്റിയെടുക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് കറിയാക്കാമല്ലോ. അങ്ങനെ പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയൊക്കെ എടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളി കൂടുതലായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത്രയും ഉള്ളിയുടെ ആവശ്യമൊന്നും ഇല്ല. എന്തെന്ന് വെച്ചാൽ ഞാനിത് 2 ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കറിക്ക് ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം ബീഫിനകത്ത് അരപ്പ് പുരട്ടി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിനകത്തോട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്നൊരു പ്ലാൻ വന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ബീഫ് ഫ്രൈക്ക് പെട്ടെന്ന് നമുക്ക് അരപ്പ് പുരട്ടി അങ്ങനെ വെച്ചിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. വെന്ത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബീഫ് ഫ്രൈക്കും കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒറ്റ ട്രിപ്പിന് ഉള്ളി വഴറ്റി എടുക്കാമെന്ന് ചോദിച്ചു. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുള്ളിയും സവോളയും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറിക്കും നമ്മുടെ ഫ്രൈക്കും കൂടെ ആട്ടോ. അപ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മമ്മി മോരും വെള്ളം ആക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം മാർക്കറ്റിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് മോര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. പിന്നെ എനിക്ക് മോരും വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. കാന്താരിയൊക്കെ അങ്ങോട്ട് ഞെരടി ഇച്ചിരി കറിവേപ്പിലേക്ക് ഇട്ട് ഉപ്പൊക്കെ ഇട്ട് എടുക്കുവാണെങ്കിൽ സൂപ്പറാണ്. ഇഞ്ചിയൊക്കെ ഇട്ട് എടുക്കുവാണെങ്കിൽ ഒരു അടി അടിച്ചെടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ എനിക്ക് മോരും വെള്ളം കുടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മമ്മിയോട് പറഞ്ഞു, അമ്മ എനിക്ക് മോരും വെള്ളം ആക്കി തരാമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മമ്മി പിന്നെ മോരും വെള്ളം ആക്കി ഞങ്ങൾ രണ്ടിനും തന്നു. അങ്ങനെ പിന്നെ അത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പകുതി ഞാനങ്ങ് മാറ്റി ഫ്രൈക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇതിനകത്താട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് മീറ്റ് മസാല ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ വേവിച്ചതിനകത്തും ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാനൊരു സാധനം ഇടാൻ മറന്നുപോയി. നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫോണിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുഞ്ഞൻ്റെ ഫോണൊക്കെ മേടിച്ചിട്ടായിരുന്നു കേട്ടോ ഇതോട്ട് വീഡിയോ എടുത്ത്. അതിനകത്ത് ഏതൊക്കെ എനിക്ക് എടുത്തില്ല എന്നൊന്നും ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അടുപ്പത്ത് ഞാൻ കറിക്കുള്ളതെല്ലാം ആക്കി. നമുക്ക് വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും തട്ടി ഒഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കുക്കറിനകത്തോട്ട് തന്നെ ഉള്ളിയൊക്കെ വഴറ്റി പിന്നെ നമ്മുടെ പൊടികളൊക്കെ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. കുക്കറിനകത്ത് തന്നെ അങ്ങ് ആവട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രൈക്കുള്ളതിനകത്തും പൊടികൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ ബീഫ് വെന്തതിരിപ്പുണ്ടായിരുന്നല്ലോ അതും കൂടി ഇതിനകത്തോട്ട് കോരി, വെള്ളമില്ലാതെ കോരി അതിനകത്തൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുഞ്ഞിനെ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ഞാൻ ഇളക്കി തരാമെന്നും പറഞ്ഞിട്ട് ആൾ ഇളക്കിയൊക്കെ തരുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കറിയും ഫ്രൈക്കുള്ളതും ഒക്കെ ആക്കി എടുക്കുന്നുണ്ടായിരുന്നു. ബീഫ് ഫ്രൈ അങ്ങനെ നല്ല ബ്ലാക്ക് കളറിലാക്കി എടുക്കുന്നതൊന്നും ഇല്ല കേട്ടോ. കുറച്ച് നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റല്ലല്ലോ കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്നും കൂടെ ഒന്ന് വിതറി കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഞാൻ കുറച്ച് കൂടുതൽ ഉള്ളി ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി കുഴഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ എനിക്ക് ബീഫ് ഫ്രൈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം കിടു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ബീഫ് ഫ്രൈ നമ്മുടെ ഏകദേശം അല്ല ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ പാത്രത്തിലോട്ട്, എന്നാലും ചെറിയ ചൂടുണ്ട്, അങ്ങനെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ 2-3 സവോള ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് അതും കൂടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് നമ്മൾ ഇങ്ങനെ ഫ്രൈ ഐറ്റംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സവോള കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ദഹനത്തിനും അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് താമസിച്ചാണല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു.
നല്ല വിശപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ബീഫ് കറി, ചിക്കൻ കറി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിശപ്പാണ്. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അടുത്ത് പറയും, അമ്മ വീട്ടിൽ ചിക്കനോ ബീഫോ ഒക്കെ മേടിക്കുമ്പോൾ, അമ്മ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കുന്നമ്മ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോറ് തന്നെയായിരുന്നു. ചോറ് ഭ്രാന്തിയായിരുന്നു ഞാൻ. ഇങ്ങനെ കപ്പയോ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. എന്നാലും നമുക്ക് പഴയ ആ ഒരു ഓർമ്മകളൊക്കെ നമുക്ക് വരുമല്ലോ. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ 3 പേരും കൂടെ ഫുഡ് കഴിച്ചു. ഞാൻ എന്താ ബീഫ് കറിക്കകത്ത് ചേർക്കാൻ വിട്ടുപോയെന്ന് വെച്ചാൽ തക്കാളി ചേർത്തില്ല. തക്കാളിയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തക്കാളിയും കൂടെ വേണമായിരുന്നു കേട്ടോ. അതാണ് ഞാൻ വിട്ടുപോയെന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വയറ് ഡിമ്മായി പോയി കേട്ടോ. നല്ല ഹെവി ഫുഡ് ഉച്ചയ്ക്ക് നല്ല നല്ല രീതിയിൽ വെട്ടി വിഴുങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല ബീഫ് ഫ്രൈയും അതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കഴിച്ചു. പിന്നെ ക്ഷീണമായി ഞാൻ കിടക്കുമായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മമ്മി ഇവിടെ അരി വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അരി ഇങ്ങനെ വറുത്ത് പൊടിച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് എടുക്കും. അവലൂസ് പൊടി പോലെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ പുഴുക്കലരി ആട്ടോ എടുക്കുന്നത്. പിന്നെ ഞാൻ ആ ഒരു സമയം കൊണ്ട് പോയിട്ട് നമുക്ക് തീ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് കത്തിച്ചു. ഈ ഒരു സൈഡിൽ റിങ് വെച്ചിട്ട് ഞാൻ അങ്ങനെ കത്തിക്കാറില്ല. 1-2 വട്ടം മാത്രമാണ് കേട്ടോ കത്തിച്ചേക്കുന്നത്. അങ്ങനെ പുതിയ ടീഷർട്ടാണ് കേട്ടോ കുഞ്ഞനിട്ടത്. എങ്ങനെയുണ്ടെന്ന് നോക്കിയതാണ്. ചെറിയൊരു പിടുത്തം ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായയൊക്കെ ആയിട്ട് നമ്മുടെ മറ്റേ അരിപ്പൊടി ഉണ്ടല്ലോ അതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു. പിന്നെ രാത്രിയിലേക്ക് നമുക്ക് അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചോറും ചീനിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് തന്നെ ആട്ടോ എടുത്തതും. അത് കഴിഞ്ഞിട്ട് കറി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി വെച്ചു. ഫുഡ് കഴിക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് പല്ലൊക്കെ ഒന്ന് തേക്കുന്നുണ്ട്. പല്ല് വേദന ലേശം തുടങ്ങിയതുപോലെ തോന്നും. ഞാൻ പക്ഷേ പല്ല് തേച്ചിട്ടായിട്ടോ കിടക്കുന്നത്. രാത്രിയിൽ നമ്മൾ പല്ല് തേച്ച് കിടക്കുന്നതാണ് നല്ലത്. രാവിലെ എന്നിട്ട് നമ്മൾ പല്ല് തേക്കുന്നതിന് മുന്നേ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ. നമ്മുടെ നല്ല അണുക്കൾ ഉള്ളിൽ പോകും. അപ്പോൾ നമ്മൾ രാത്രിയിൽ ക്ലീൻ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യമല്ല, ചില ഡോക്ടർമാർ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാമായിരുന്നു. പിന്നീടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായ സിൻസി തോമസിൻ്റെ മകൻ ജസ്വിൻ വിജു സാമുവലിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മായ സത്യൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നവംബർ 14-ന്. അപ്പോൾ രണ്ടുപേർക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മക്കളെ. ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീടുള്ള ആൾക്കാരെയൊക്കെ വിഷസ് അറിയിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇത് അവിടേക്ക് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ, വിസ് യു.